ഹായ്, നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടറാണ്. 12 കമ്പ്യൂട്ടേഴ്സാണ് ഇതിൽ പറയുന്നത്. അബാക്കസ്, നാപ്പിയർ ബോൺ, പാസ്കൽ ആഡിംഗ് മെഷീൻ, മൾട്ടിപ്പിൾ കാൽക്കുലേറ്റർ, ഡിഫറൻസ് എൻജിൻ, അനലൈറ്റിക്കൽ എൻജിൻ, മാർക്ക് 1 കമ്പ്യൂട്ടർ, അറ്റ്നസ് ഓഫ് ബെറി കമ്പ്യൂട്ടർ, ഈനിയാക്, എഡ്വാക്, എഡ്സാക്, യൂണിവാക്. ഇതാണ് 12 കമ്പ്യൂട്ടേഴ്സും. ഇത് ഓരോന്നിനെക്കുറിച്ചും നമുക്കിനി പഠിക്കാം. ഫസ്റ്റ് വൺ, അബാക്കസ്. എന്താണ് അബാക്കസ് എന്ന് പറഞ്ഞാൽ? അബാക്കസ് ഈസ് ദ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻ ആൻഡ് ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ ചൈനീസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റെക്ടാങ്കുലർ ഫ്രെയിം വിത്ത് നമ്പർ ഓഫ് സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. ഈച്ച് സ്ട്രിങ്സ് ഹാസ് എ കളക്ഷൻ ഓഫ് ബീഡ്സ്. ദീസ് ബീഡ്സ് ആർ യൂസ്ഡ് ടു പെർഫോം കാൽക്കുലേഷൻസ്. ദ പീരീഡ് ഓഫ് അബാക്കസ് വാസ് 600 BC. ഇതാണ് അബാക്കസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അപ്പം എന്താണ് അബാക്കസ് ഈസ് ദ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻ. അബാക്കസ് എന്താണ്? ഫസ്റ്റത്തെ കാൽക്കുലേറ്റിംഗ് മെഷീനാണ്. ആൻഡ് ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ ചൈനീസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റെക്ടാങ്കുലർ ഫ്രെയിം വിത്ത് നമ്പർ ഓഫ് സ്ട്രിങ് അറ്റാച്ച്ഡ്. ഇതൊരു റെക്ടാങ്കുലർ ഫ്രെയിം മോഡലാണ്. ആ റെക്ടാങ്കുലറിൽ നമ്പേഴ്സിൻ്റെ ഒരു സ്ട്രിങ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈച്ച് സ്ട്രിങ്സ് ഹാസ് എ കളക്ഷൻ ഓഫ് ബീഡ്സ്. ആ സ്ട്രിങ്സിൽ എന്തുണ്ട്? ഇസ് എ കളക്ഷൻ ഓഫ് ബീഡ്സ്. ബീഡ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. ദീസ് ബീഡ്സ് ആർ യൂസ്ഡ് ടു പെർഫോം കാൽക്കുലേഷൻസ്. ആ ബീഡ്സ് ആണ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ദ പീരീഡ് ഓഫ് അബാക്കസ് വാസ് 600 BC. ഒന്നുകൂടെ നോക്കാം. അബാക്കസ് ഈസ് ദ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻ ആൻഡ് ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ ചൈനീസ്. It consists of a rectangular frame with number of strings attached. Each string has a collection of beads. These beads are used to perform calculations. The period of Abacus was 600 BC. Second one, Napier-Bone or cardboard multiplication. Another manual calculating device was John Napier-Bone or cardboard multiplication calculation. It was designed in the early 17th century. Its upgraded version were in use even around 1890. മറ്റൊരു മാനുവൽ കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ആണ് എന്ത്? ജോൺ നാപ്പിയർ ബോൺ ഓർ കാർഡ്ബോർഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇറ്റ് വാസ് ഡിസൈൻഡ് early 17th century. Its upgraded version were in use even around 1890. Next one, Pascal adding machine. The first mechanical adding machine was invented by Blaise Pascal by 1642. It also known as mechanical calculator. Pascal adding machine എന്ന് പറഞ്ഞാൽ the first mechanical adding machine. ആദ്യത്തെ മെക്കാനിക്കൽ ആഡിംഗ് മെഷീനാണിത്, ഈ പാസ്കൽ ആഡിംഗ് മെഷീൻ. ഇത് കണ്ടുപിടിച്ചതാരാണ്? ബ്ലേസ് പാസ്കൽ ബൈ 1642. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ. ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? മെക്കാനിക്കൽ കാൽക്കുലേറ്റർ. എന്താണ്? പാസ്കൽ ആഡിംഗ് മെഷീൻ. ദ ഫസ്റ്റ് മെക്കാനിക്കൽ ആഡിംഗ് മെഷീൻ വാസ് ഇൻവെൻറ്റഡ് ബൈ ബ്ലേസ് പാസ്കൽ ബൈ 1642. ഇറ്റ് ഓൾസോ നോൺ ആസ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ. Next one, multiple calculator. In 1674, Baron Gottfried Wilhelm von Leibniz of Germany invented the first calculator for multiplication. It performed adding, subtraction, multiplication and division. Multiple calculator എന്ന് പറഞ്ഞാൽ 1674 ബാരോൺ ഗോട്ട്ഫ്രെഡ് വില്യം വൺ ലെബ്നിസ് ഓഫ് ജർമ്മനി ഇൻവെൻറ്റഡ് ദ ഫസ്റ്റ് കാൽക്കുലേറ്റർ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഉള്ള ഫസ്റ്റ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചതാണ് ബാരോൺ ഗോട്ട്ഫ്രെഡ് വില്യം വൺ ലെബ്നിസ് ഓഫ് ജർമ്മനി. അതിൽ ഉൾക്കൊള്ളുന്നത് ഇറ്റ് പെർഫോം ആഡിങ്, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇതാണ് മൾട്ടിപ്പിൾ കാൽക്കുലേറ്റർ. ഇൻ 1674 ബാരോൺ ഗോട്ട്ഫ്രെഡ് വില്യം വൺ ലെബ്നിസ് ഓഫ് ജർമ്മനി ഇൻവെൻറ്റഡ് ദ ഫസ്റ്റ് കാൽക്കുലേറ്റർ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ഇറ്റ് പെർഫോം ആഡിംഗ്, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് എൻജിൻ. സിൻസ് 19th century, Charles Babbage, working on the development of a machine
which could perform complex calculations. In 1822, he invented a calculating known as difference engine. The difference engine. Since 19th century, Charles Babbage working on the development of a machine which could perform complex calculations. In 1822, he invented a calculating known as difference engine. Next one, analytical engine. Babbage continues his experiments to invent a modern machine avoiding the limitations of earliest machine. In 1842, he developed a new machine called analytical engine. Babbage analytical engine is similar to modern computer in the following matters. First one, his engine had input and output device. Second one, it had a memory unit to store data. അപ്പം അനലൈറ്റിക്കൽ എൻജിൻ എന്ന് വെച്ചാൽ ബാബേജ് കണ്ടിന്യൂസ് ഹിസ് എക്സ്പെരിമെൻറ്റ്. ബാബേജ് എന്ത് ചെയ്തു, അയാളുടെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ അയാൾ കണ്ടിന്യൂ ചെയ്തു ഒരു മോഡേൺ മെഷീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അവോയ്ഡ് ഇൻ ദ ലിമിറ്റേഷൻസ് ഓഫ് എയർലിസ്റ്റ് മെഷീൻ. ആദ്യത്തെ മെഷീൻസ് ലിമിറ്റേഷൻസൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു ന്യൂ മെഷീൻ അയാൾ കണ്ടുപിടിച്ച്. 1842 he developed a new machine called analytical engine. ഈ അനലൈറ്റിക്കൽ എൻജിന് മോഡേൺ കമ്പ്യൂട്ടറായിട്ട് സിമിലാരിറ്റി ഉണ്ട്. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഫസ്റ്റ് വൺ, ഹിസ് എൻജിൻ ഹാഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. സെക്കൻഡ് വൺ, ഇറ്റ് ഹാഡ് എ മെമ്മറി യൂണിറ്റ് ടു സ്റ്റോർ ഡാറ്റ. അപ്പം ഇതാണ് അനലൈറ്റിക്കൽ എൻജിൻ എന്ന് പറഞ്ഞാൽ. ബാബേജ് കണ്ടിന്യൂസ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ് to invent a modern machine avoiding the limitations of earliest machine. In 1842, he developed a new machine called analytical engine. Babbage analytical engine is similar to modern computer in the following matters. First one, his engine had input and output device. Second one, it had a memory unit to store data. Next one, Mark I computer. എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓട്ടോമാറ്റിക് സീക്വൻസ് കൺട്രോൾഡ് കാൽക്കുലേറ്റർ. ദിസ് വാസ് ദ ഫസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റിംഗ് മെഷീൻ ഡിസൈൻഡ് ബൈ ഹവാർഡ് ഏക്കൺ ഓഫ് ഹവാർഡ് യൂണിവേഴ്സിറ്റി ഇൻ കൊളാബറേഷൻ വിത്ത് IBM, International Business Machinery Corporation. Its design was based on the techniques already developed punched card machinery. എന്താണ് മാർക്ക് I കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എന്താണ് ഓട്ടോമാറ്റിക് സീക്വൻസസ് കൺട്രോൾഡ് കാൽക്കുലേറ്റർ. പിന്നെന്താണ്? ദിസ് വാസ് ദ ഫസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റിംഗ് മെഷീൻ. ആദ്യത്തെ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാൽക്കുലേറ്റിംഗ് മെഷീനാണ്. ഡിസൈൻ ചെയ്തത് ഹവാർഡ് ഏക്കൺ ഓഫ് ഹവാർഡ് യൂണിവേഴ്സിറ്റി ഇൻ കൊളാബറേഷൻ വിത്ത് IBM സഹപ്രവർത്തനത്തോടെ. IBM എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ Business Machinery Corporation. Its design was based on the techniques already developed punched card machinery. ഈ പഞ്ചഡ് കാർഡ് മെഷീനറി എന്ന സാങ്കേതികത അടിസ്ഥാനമാക്കിയാണിത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ എന്താണ് മാർക്ക് I കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓട്ടോമാറ്റിക് സീക്വൻസസ് കൺട്രോൾഡ് കാൽക്കുലേറ്റർ. ദിസ് വാസ് ദ ഫസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റിംഗ് മെഷീൻ ഡിസൈൻഡ് ബൈ ഹവാർഡ് ഏക്കൺ ഓഫ് ഹവാർഡ് യൂണിവേഴ്സിറ്റി in collaboration with IBM, International Business Machinery Corporation. Its design was based on the techniques already developed punched card machinery. ഇതാണ് മാർക്ക് I കമ്പ്യൂട്ടർ. നെക്സ്റ്റ് വൺ, അറ്റ്നസോഫ് ബെറി കമ്പ്യൂട്ടർ. This electronic machine was developed by Dr. John Atnasoff to solve certain mathematical equations. It was called Atnasoff-Berry computer or ABC after it is invented and named his assistant Clifford Berry. It used 45 vacuum tube for internal logic and capacitors for storage. അപ്പം അറ്റ്നസോഫ്-ബെറി കമ്പ്യൂട്ടർ ഈ ഇലക്ട്രോണിക് മെഷീൻസ് ഡെവലപ്പ് ചെയ്ത ആരാണ്? ഡോക്ടർ ജോൺ അറ്റ്നസോഫ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു സോൾവ് സർട്ടൻ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്. It was called Atnasoff-Berry computer or ABC.
പിന്നെ ആഫ്റ്റർ ഇറ്റ് ഈസ് ഇൻവെൻറ്റഡ് ആൻഡ് നേംഡ് ഹിസ് അസിസ്റ്റൻറ്റ് ആരാണ്? ക്ലിഫോർഡ് ബെറി. ഇറ്റ് യൂസ്ഡ് 45 വാക്യൂം ട്യൂബ്. ഇതിൽ യൂസ് ചെയ്തത് 45 വാക്യൂം ട്യൂബ്സ് ആണ്. അതെന്തിനു വേണ്ടിയിട്ട്? ഫോർ ഇൻറ്റേർണൽ ലോജിക് ആൻഡ് കപ്പാസിറ്റേഴ്സ് ഫോർ സ്റ്റോറേജ്. അപ്പോൾ ഇതാണ് അറ്റനസ് ഓഫ് ബെറി കമ്പ്യൂട്ടർ. എന്താണ്? ദിസ് ഇലക്ട്രോണിക് മെഷീൻ വാസ് ഡെവലപ്ഡ് ബൈ ഡോക്ടർ ജോൺ അറ്റനസോഫ് ടു സോൾവ് certain mathematical equations. It was called Atanasov Berry computer or ABC after it is invented and named his assistant Clifford Berry. It used 45 vacuum tubes for internal logic and capacitors for storage. Next one, ENIAC. The Electronic Numerical Integrator and Calculator, ENIAC. ENIAC was the first electronic computer. It was constructed at the Moore Schools of Engineering of the University of Pennsylvania, USA by a design team led by Professor Presper Eckert and John Mauchly. ENIAC was developed as a result of military needs. It took up the wall space in 20 into 40 square feet route and used 1800 vacuum tubes. The addition of two numbers was achieved in 200 microseconds and multiplication is 200 microseconds. ENIAC എന്ന് പറഞ്ഞാൽ ദി ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഇതിൻ്റെ ഫുൾ ഫോം അതാണ്, ദ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ENIAC was the first electronic computer. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണിത്. It was constructed at the Moore Schools of Engineering of the University of Pennsylvania. പെൻസിൽവാനിയ എന്ന യൂണിവേഴ്സിറ്റിയിലെ എൻജിനീയറിംഗ് സ്കൂളുകളിലാണിത് കൺസ്ട്രക്ട് ചെയ്തത്. USA by a design team led by Professor Presper Eckert and John Mauchly. ENIAC was developed as a result of military needs. പിന്നെ ഇറ്റ് ടുക്ക് അപ്പ് ദ വാൾ സ്പേസ് ഇതിൻ്റെ വാൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 20 into 40 സ്ക്വയർ ഫീറ്റ് റൂട്ടാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്ത വാക്യൂം ട്യൂബ്സ് 1800 ആണ് ആൻഡ് യൂസ്ഡ് 1800 വാക്യൂം ട്യൂബ്സ്. പിന്നെ ദ അഡീഷൻ ഓഫ് 2 numbers വാസ് അച്ചീവ്ഡ് ഇൻ 200 മൈക്രോസെക്കൻഡ്സും അതുപോലെ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് 200 മൈക്രോസെക്കൻഡ്സും ആണ്. ഇപ്പോൾ എന്താണ് ENIAC? ദ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ENIAC വാസ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. It was constructed at the Moore Schools of Engineering of the University of Pennsylvania, USA by a design team led by Professor Presper Eckert and John Mauchly. ENIAC was developed as a result of military needs. It took up wall space in 20 into 40 square feet route and used 1800 vacuum tubes. The addition of 2 numbers was achieved in 200 microseconds and multiplication is 200 microseconds. Next one, EDVAC. The Electronic Discrete Variable Automatic Computer. ഇതാണ് EDVACൻ്റെ ഫുൾ ഫോം, ദി ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. EDVAC was designed on the stored program concept. Dr. John von Neumann has also got a share of credit for introducing the idea of storing both instruction and data in the binary form. ഈ ബൈനറി ഫോം എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം ദാറ്റ് യൂസ് ഓൺലി 2 digits 0 and 1 to represent all characters instead of decimal numbers or human readable word. ഇപ്പോൾ എന്താണ് EDVAC? The Electronic Discrete Variable Automatic Computer was designed on the stored program concept. Dr. John von Neumann has also got a share of credit for introducing the idea of storing both instruction and data in the binary form. ഡാറ്റയും ഇൻസ്ട്രക്ഷനും ബൈനറി ഫോമിലേക്ക് കൊണ്ടുവന്നതാണ് ആര്? ഡോക്ടർ ജോൺ വൺ ന്യൂമൻസ്. ഈ ബൈനറി ഫോം എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം ദാറ്റ് യൂസ് ഓൺലി 2 digits, ഏതാണ് 0 and 1, to represent all characters instead of decimal numbers or human readable word. ഇപ്പോൾ ഇതാണ് EDVAC എന്ന് പറഞ്ഞാൽ. എന്താണ് ഇത്? ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ, EDVAC.
EDVAC was designed on the stored program concept. Dr. John von Neumann has also got a share of credit for introducing the idea of storing both instruction and data in the binary form, a system that uses only two digits, 0 and 1, to represent all characters instead of decimal numbers or human readable word. Next one, EDSAC. ഇതെന്താണ് ഓൾമോസ്റ്റ് സിമിലർ വിത്ത് എഡ്വാക് ഓഫ് USA, the British developed the electronic delay storage automatic calculator. The machine executed its first program in May 1949. The addition operation was accomplished in 1500 microseconds and multiplication operation 4000 microseconds. The machine was developed by a group of scientists headed by Professor Maurice Wills at the Cambridge University of Mathematical Laboratory. EDSAC എന്ന് പറഞ്ഞാൽ almost similar with the EDVAC of USA. The British developed the electronic delay storage automatic calculator. പിന്നെ the machine executed its first program in May 1949. The addition operation was accomplished in 1500 microseconds. Addition operation വേണ്ടി ഉപയോഗിച്ച ടൈം 1500 മൈക്രോസെക്കൻഡ്സും അതുപോലെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ടൈം 4000 മൈക്രോസെക്കൻഡ്സും ആണ്. പിന്നെ ഈ മെഷീൻ ഡെവലപ്പ് ചെയ്തത് എ ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ് ഹെഡഡ് ബൈ പ്രൊഫസർ മൗറിസ് വീൽസ് അറ്റ് ദ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഓഫ് മാത്തമാറ്റിക്കൽ ലബോറട്ടറി. ഇതാണ് EDSAC എന്ന് പറഞ്ഞാൽ. Almost similar with EDVAC of USA, the British developed the electronic delay storage automatic calculator. The machine executed its first program in May 1949. The addition operation was accomplished in 1500 microseconds and multiplication operation 4000 microseconds. The machine was developed by a group of scientists headed by Professor Maurice Wills at the Cambridge University of Mathematical Laboratory. Next one, UNIVAC. The Universal Automatic Computer was the first digital computer. Many UNIVAC machines were produced, the first of which was installed in the Census Bureau and was used continuously for 10 years. In 1952, the IBM introduced 701 commercial computer, the commercial available digital computer that could be used for business and scientific application had arrived. UNIVAC എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇതെന്താണ്? വാസ് ദ ഫസ്റ്റ് ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ്. പിന്നെന്താ പറയുന്നത്? മെനി യൂണിവാക് മെഷീൻ വെയർ പ്രൊഡ്യൂസ്. കുറേ മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്തു. അതിലെ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തതാണ് എന്ത്? ഈ യൂണിവാക് എന്ന് പറഞ്ഞാൽ. ഇൻ ദ സെൻസസ് ബ്യൂറിയ എന്ന സ്ഥലത്ത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തതാണ്. ആൻഡ് വാസ് യൂസ്ഡ് കണ്ടിന്യൂസ്ലി ഫോർ 10 years. In 1952, the IBM introduced 701 commercial computer, the commercial available digital computer that could be used for business and scientific application had arrived. ഓക്കെ, ഇതാണ് യൂണിവാക് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ 12 കമ്പ്യൂട്ടേഴ്സും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ഓൾ.